പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വേദിയിൽ നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് കെ എരുമേലി രചിച്ച പാട്ടും പറച്ചിലും ബഹുസ്വരതയുടെ പ്രതിരോധങ്ങൾ ബാക്ക്ലാഷ് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് പ്രകാശനം ചെയ്യുന്നത്. നമ്മുടെ റാപ്പ് സംഗീതത്തിൻ്റെ, കേരളീയ റാപ്പ് സംഗീതത്തിൻ്റെ ഈ സമകാലികതയുമായി കൂട്ടിയിണക്കിയ വേടനുമായിട്ടുള്ള അഭിമുഖവും പ്രമുഖ പ്രഭാഷകനും ചിന്തകനുമായ ഡോക്ടർ TS ശ്യാംകുമാറുമായി എരുമേലി നടത്തിയ അഭിമുഖങ്ങൾ, പിന്നെ വിചാരധാരയെക്കുറിച്ചുള്ള ഒരു വളരെ പ്രബല ഗംഭീരമായ ഒരു ലേഖനം എന്നിവയാണ് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണിത്. ഇതിൻ്റെ പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത്. ഇത് പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ പ്രശസ്ത ചിന്തകനും എഴുത്തുകാരനുമായ ഡോക്ടർ ഷിജു എലിയാസ് ആണ് പ്രകാശനം ചെയ്യുന്നത്. ഈ പുസ്തകം സ്വീകരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കവി D. യേശുദാസാണ്. അവർ രണ്ടുപേരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്ത പ്രകാശനമാണ്. പുസ്തകം പ്രകാശനം ചെയ്യാൻ ഡോക്ടർ ഷിജു എലിയാസിനെയും ഏറ്റുവാങ്ങുന്നതിനായി പ്രിയപ്പെട്ട D. യേശുദാസിനെയും ക്ഷണിക്കുന്നു. രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി പുസ്തകം പ്രകാശനം ചെയ്ത ഷിജു എലിയാസിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട സുഹൃത്ത് രാജേഷ് കെ എരുമേലിയുടെ പാട്ടും പറച്ചിലും എന്ന പുസ്തകം കേരളത്തിൻ്റെ സാംസ്കാരിക സംവാദ മണ്ഡലത്തിലെ ഏറ്റവും സമയോചിതമായ ഒരു ഇടപെടലാണ്. ഇതിൽ സ്വാഗതം പറഞ്ഞ പ്രിയ സുഹൃത്ത് ശ്രീ രാജീവ് സൂചിപ്പിച്ചതുപോലെ വേടൻ, ഡോക്ടർ TS ശ്യാംകുമാർ ഇവരുമായുള്ള രണ്ട് അഭിമുഖ സംഭാഷണങ്ങളാണ് ഇതിൻ്റെ പ്രധാന ഉള്ളടക്കം. വേറെ ഇതേ വിഷയം തന്നെ സ്പർശിക്കുന്ന കുറച്ച് ലേഖനങ്ങളും ഇതിലുണ്ട്. ഇവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവിടെ ഈ വേദിയിൽ ഇതിനു മുമ്പുള്ള തൊട്ടു മുൻപ് നടന്ന പ്രകാശന പരിപാടികൾ രണ്ടിലും നവോത്ഥാനവുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നവോത്ഥാനത്തെപ്പറ്റി പറയുമ്പോൾ രണ്ട് രീതിയിൽ പറയും. ഒന്ന്, നവോത്ഥാനം അവസാനിച്ചു, തീർന്നു, അതിൻ്റെ ദൗത്യം പൂർത്തീകരിച്ചു എന്ന് പറയും. വേറെ ചിലർ പറയും ഇല്ല, നവോത്ഥാനം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന്. എനിക്ക് തോന്നുന്നത് നവോത്ഥാനത്തിൻ്റെ ഒരു ഘട്ടം അവസാനിച്ചു എന്നാണ്. നവോത്ഥാന സംവാദങ്ങളിലൊരു ബ്രേക്ക് ആണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് മാർക്സിനെ പറ്റി അൽത്തൂസർ പറഞ്ഞ അതേ ബ്രേക്ക് തന്നെയാണ്. വേണമെങ്കിൽ ഇതിനെ എപ്പിസ്റ്റമോളജിക്കൽ ബ്രേക്ക് എന്ന് പറയാം. ഒരു ജ്ഞാനസിദ്ധാന്തപരമായ ഒരു വിച്ഛേദം കേരളത്തിലെ നവോത്ഥാന സംവാദങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും എടുത്തു പറയാവുന്ന രണ്ട് ശ്രദ്ധേയമായ പേരുകളാണ്, ഒന്ന് വേടനും ഒന്ന് ഡോക്ടർ TS ശ്യാംകുമാറും. മാർക്സിൻ്റെ ചിന്തയിലെ എപ്പിസ്റ്റമോളജിക്കൽ ബ്രേക്ക് എന്ന് പറയുന്നത് തൊഴിലാളിയുടെ കണ്ണിൽ ലോകത്തെ കാണാൻ തുടങ്ങിയാണ്. അതാണ് വലിയ സൈദ്ധാന്തികമായ ജാർഗണെല്ലാം മാറ്റി വെച്ചുകൊണ്ട് പറഞ്ഞാൽ തൊഴിലാളിയുടെ കണ്ണിൽ ലോകത്തെ കാണാൻ തുടങ്ങിയപ്പോഴാണ് അവിടെ ഒരു എപ്പിസ്റ്റമോളജിക്കൽ ബ്രേക്ക് സംഭവിക്കുന്നത്. കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നവോത്ഥാന സംവാദ മണ്ഡലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബ്രേക്ക്, ഈ ഒരു വിച്ഛേദം എന്ന് പറയുന്നത് അതുവരെ, അല്ലെങ്കിൽ ഒരു ക്ലാസിക്കലായ അർത്ഥത്തിൽ കേരളീയ നവോത്ഥാനം സമൂഹത്തെ കണ്ടത്, ഇവിടുത്തെ അവസ്ഥകളെ കണ്ടത് ഒരിക്കലും കീഴ്ത്തട്ട് മനുഷ്യൻ്റെ കാഴ്ചപ്പാടിലല്ല. കീഴ്ത്തട്ട് മനുഷ്യർ ആണ് നവോത്ഥാനത്തിൻ്റെ സൃഷ്ടാക്കൾ എന്ന് നമുക്കറിയാം. പക്ഷേ നവോത്ഥാനം എഴുതി വയ്ക്കപ്പെട്ടത്, നവോത്ഥാനം അവതരിപ്പിക്കപ്പെട്ടത്, നവോത്ഥാനം ആഘോഷിക്കപ്പെട്ടത് ഒരിക്കലും ആ നവോത്ഥാനത്തിൻ്റെ യഥാർത്ഥ സൃഷ്ടാക്കളായിട്ടുള്ള കീഴ്ത്തട്ട് മനുഷ്യരുടെ കണ്ണിലായിരുന്നില്ല, ആ കാഴ്ചപ്പാടിൽ ആയിരുന്നില്ല എന്നാണ്.
നവോത്ഥാനത്തിന് വേണ്ടിയുള്ള വലിയ ആഹ്വാനങ്ങളും പ്രഭാഷണങ്ങളും എല്ലാം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ പഴയ നവോത്ഥാനത്തെ അതേപടി ആഘോഷിക്കുകയും അതിൻ്റെ ഒരു തുടർച്ച വേണമെന്ന് ആഹ്വാനം ചെയ്യുകയും ആണ് നമ്മൾ കാണുന്നത്. അത് ഫലത്തിൽ നവോത്ഥാനത്തിനപ്പുറത്തൊരു പുനരുത്ഥാനവാദമായി മാറുന്നു എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. ഇവിടെയാണ് ഇത് തീർച്ചയായിട്ടും പ്രസക്തമായി തീരുന്നത്. വേടൻ്റെ പാട്ടുകളിൽ അധ്വാനത്തിൻ്റെ മഹത്വം കാണാൻ കഴിയും. അത് നമുക്ക് പണ്ട് കാണാൻ പറ്റില്ല. EMS ഒക്കെ പ്രസംഗിച്ചിട്ടുണ്ട്, നിങ്ങൾ വാരംപൂരത്തിന് പോയി ശാപ്പാടടിച്ച് നടക്കുന്ന പരിപാടി നിർത്തിയിട്ട് മണ്ണിലിറങ്ങി പണിയെടുക്കൂ എന്ന് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് കേരള നവോത്ഥാനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഒരിക്കലും അതിൻ്റെ ഒരു പ്രധാന ധാരയായി മാറിയില്ല. വേദങ്ങളെ ചോദ്യം ചെയ്യുക, ഉപനിഷത്തുകളെ ചോദ്യം ചെയ്യുക, ജനാധിപത്യം വേണമെന്ന് പറയുക എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളിലാണ് പ്രധാനമായും അത് മുങ്ങിയത്. എന്നാൽ ഇത് ഈ പഴയ നവോത്ഥാനത്തിൻ്റെ തുടർച്ച വേണമെന്ന് പറയുന്ന അവരെയും നവോത്ഥാനത്തിൻ്റെ എതിരാളികളായ പുനരുത്ഥാനവാദികളെയും ഒരുപോലെ പ്രകോപിപ്പിക്കുന്ന ഒന്നായി ഈ വിച്ഛേദത്തിൻ്റെ ഘട്ടത്തിലെ നവോത്ഥാന സംവാദങ്ങൾ മാറി എന്നുള്ളത് സ്വാഭാവികമായും സംഭവിക്കേണ്ട ഒന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനത് വിചിത്രമെന്നോ കൗതുകകരമെന്നോ പറയുന്നില്ല. വേടൻ്റെ പാട്ടിൽ അശ്ലീലം കണ്ടെത്തുന്നവരുണ്ട്, നമുക്കറിയാം. വേടൻ വളരെ മോശപ്പെട്ട ഒരാളാണ് എന്ന് പറയുന്നവരെ നമുക്കറിയാം. വേടൻ തുണി അഴിച്ചിട്ട് വേദിയിൽ കളിക്കുന്നു എന്ന് പറയുന്നവരെ നമുക്കറിയാം. ഇവരാണ് ഈ സ്ത്രീ പുരുഷ സംഭോഗ രംഗങ്ങൾ, പുരുഷനും തമ്മിലുള്ള ബന്ധപ്പെടുന്ന രംഗങ്ങൾ, പുരുഷനും മൃഗങ്ങളും തമ്മിൽ ബന്ധപ്പെടുന്ന രംഗങ്ങൾ, ഒരു പുരുഷനും ഒരുപാട് സ്ത്രീയും തമ്മിൽ ബന്ധപ്പെടുന്ന രംഗങ്ങൾ എല്ലാം നമ്മുടെ അമ്പലങ്ങളിലെല്ലാം കൊത്തിവെച്ചിട്ട് അതിന് മുന്നിൽ പോയി തൊഴുത് നമസ്കരിക്കുന്ന ആളുകളിലാണ് വേടൻ ഒരു ഷർട്ട് അഴിച്ചിടുന്ന സമയത്ത് അത് അശ്ലീലം കാണുന്നത്. ഇത് ഈ പഴയ സംവാദനത്തിൻ്റെ അല്ലെങ്കിൽ പഴയ നവോത്ഥാനം അത് ഒരുപക്ഷെ അവർ അതിലൊരു ആനുകൂല്യം കണ്ടെത്തുന്നത് അത് കീഴാള പക്ഷത്ത് നിന്നുള്ളൊരു ശബ്ദം അതിൽ വരുന്നില്ല എന്നുള്ളത് വളരെ സൗകര്യപ്രദമായ ഒരു ആനുകൂല്യമായി കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാം ചിന്തകൾക്ക് അവരെല്ലാം കെട്ടിപ്പൊക്കിയ ദന്തഗോപുരം പൊളിക്കുന്ന വളരെ ശ്രദ്ധേയമായ ഇടപെടലുകൾ ആണ് ഈ രണ്ടുപേരും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. വേടനുമായിട്ടുള്ള അഭിമുഖ സംഭാഷണം വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. വേടൻ്റെ പാട്ടുകൾ നമുക്കറിയാം. വേടൻ്റെ പരിപാടിയുള്ള സമയത്ത് ഈ വലിയ ആളുകളല്ല, ഒരു 40-ന് മേലുള്ള ഒറ്റയാളെയോടെ പ്രതീക്ഷിക്കേണ്ടത്. പക്ഷേ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ 15, 16, 17 വയസ്സുള്ള കുട്ടികൾ കൃത്യമായി ഇതിൻ്റെ ഒരു സെൻസിബിലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വൈകാരികമായി തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഈ വേടൻ എല്ലാം പങ്കുവയ്ക്കുന്ന ഈ ആശയങ്ങളുടെയും അദ്ദേഹത്തിൻ്റെ ഈ അവതരണത്തിൻ്റെയും എല്ലാം ഒരു സൗന്ദര്യം മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ തടിച്ചുകൂടുന്നത് നമുക്കറിയാം. അതുകൊണ്ട് ഈ പഴയ തലമുറ താലോലിച്ച നവോത്ഥാന മനോഭാവത്തെ പൊളിച്ചു പണിതുകൊണ്ട് പുതിയ കാലഘട്ടത്തിൻ്റേതായ ഒരു വിച്ഛേദത്തിൻ്റേതായ ഘട്ടത്തിലുള്ള നവോത്ഥാനത്തെയാണ് ഇവർ രണ്ടുപേരും അടയാളപ്പെടുത്തുന്നതെന്ന് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഇത്രയും പറഞ്ഞ വേടനെക്കുറിച്ചാണെങ്കിൽ സമയപരിമിതി 1-2 കാര്യങ്ങൾ ബഹുമാനപ്പെട്ട TS ശ്യാംകുമാറിൻ്റെ സംഭാവനകളെക്കുറിച്ച് കൂടി പറയാമെന്ന് വിചാരിക്കുന്നു. ഇതിൽ ശ്യാംകുമാറിൻ്റെ പ്രഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും എല്ലാം കേൾക്കുന്ന ചില ആളുകൾ, നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള ചില ആളുകൾ വിമർശനാത്മകമായി പറയുന്ന ഒരു കാര്യം അദ്ദേഹം അതിന് അകത്ത് നിന്നുകൊണ്ട് പറയുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം ഈ വേദങ്ങളും ഉപനിഷത്തുകളും ഈ എല്ലാം കാലഹരണപ്പെട്ടു എന്ന ഒരർത്ഥത്തിൽ നമ്മൾ കരുതിയിരുന്നു. വീണ്ടും അതിനകത്ത് കയറിയെന്നുകൊണ്ട് പറയുന്നു. അതിനകത്ത് പറയുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം, അതിനകത്ത് നിന്ന് പറഞ്ഞാലേ അകത്ത് നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അകത്ത് നിന്നുകൊണ്ട് പറയുമ്പോൾ മാത്രം ഇതെല്ലാം പൊക്കി പിടിച്ച് ഇതിൻ്റെ ചുറ്റുമാണ് ലോകം കറങ്ങുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകളെ ആക്രമിക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് കയറി നിന്ന് തന്നെ പറയേണ്ടി വരും. പറയുമ്പോൾ ഏത് നിലപാടിൽ പറയുന്നു എന്നുള്ളതാണ് പ്രധാനം. അതിനെ തകർക്കാൻ ഈ ഒരു സങ്കേതം അദ്ദേഹം സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ തന്ത്രപരമാണ്, വളരെ ചരിത്രപരമാണ്, വളരെ കാലികമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല സമയപരിമിതി മൂലം. ഈ രണ്ടുപേരുടെയും സംഭാവനകൾ അതിഗംഭീരമാണ്. അത് വളരെ കൃത്യമായി രാജേഷ് കെ ഇരുമേലി ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് പറയുന്നതിന് പകരം അവരുടെ തന്നെ വാക്കുകളിൽ പറയിപ്പിക്കുക, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. വേടനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ്. വേടൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളെക്കുറിച്ച് പറയിപ്പിക്കുന്നു. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ടുണ്ടോ എന്നുള്ളത് അടക്കമുള്ള പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു. വേടനെ സ്വാധീനിച്ച വ്യക്തികൾ ആരൊക്കെയാണ് എന്ന് ചോദിക്കുന്നു. അതുപോലെ ഡോക്ടർ TS ശ്യാംകുമാർ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമീപനത്തെക്കുറിച്ച് ഓരോ കാര്യങ്ങളെക്കുറിച്ചും എടുത്ത് ചോദിച്ച് വളരെ കാച്ചിക്കുറുക്കിയ രീതിയിൽ അവരുടേതായ വാക്കുകളിൽ നമുക്കിത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ പുസ്തകം അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് വളരെ ശ്രദ്ധേയമായൊരു ഇടപെടലാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തൊട്ടു മുമ്പുള്ള പ്രകാശന ചടങ്ങിലെല്ലാം സൂചിപ്പിക്കപ്പെട്ടതുപോലെ
ഓരോ ഘട്ടത്തിലും സന്ദർഭം മനസ്സിലാക്കി വളരെ പ്രസക്തമായ അതിഗംഭീരമായ ഇടപെടലുകളുമായി നമ്മുടെ മുന്നിൽ എത്തുന്ന ഒരു എഴുത്തുകാരനാണ് ശ്രീ രാജേഷ് കെ എരുമേലി. അദ്ദേഹം എഴുത്തിനെ എഴുത്തായി മാത്രം കാണാതെ എഴുത്തിനെ ഒരു സാംസ്കാരിക ഇടപെടൽ ആയി കാണുന്നു. ഈ പുതിയ ഞാനീ പറഞ്ഞ ഈ നവോത്ഥാനത്തിൻ്റെ ഈ രണ്ടാം ഘട്ടത്തിൽ, അല്ലെങ്കിൽ നവോത്ഥാനത്തിൻ്റെ വിച്ഛേദം സാക്ഷ്യപ്പെടുത്തുന്ന ഈ സവിശേഷമായ ഘട്ടത്തിലെ നവോത്ഥാനത്തിൻ്റെ രണ്ടാം ഘട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അതിൻ്റെ ഒരു മുന്നണി പോരാളിയായി തന്നെയാണ് ശ്രീ രാജേഷ് കെ എരുമേലി പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും അഭിമാനവും ഞാൻ പങ്കുവയ്ക്കുന്നു. ശ്രീ രാജേഷ് കെ എരുമേലിയെ അഭിനന്ദിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ പ്രസാധനം ഏറ്റെടുത്ത ബാക്ക്ലാഷ് പബ്ലിക്കെ ഞാൻ അഭിനന്ദിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി സംസാരിക്കുന്നത് പുസ്തകം ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ട ഡി യേശുദാസാണ്. പ്രിയപ്പെട്ടവരെ, രാജേഷ് കെ എരുമേലിയുടെ പാട്ടും പറച്ചിലും ബഹുസ്വരതയുടെ പ്രതിരോധങ്ങൾ എന്ന പുസ്തകമാണ്. അതിൽ സൂചിപ്പിച്ചതുപോലെ വേടനുമായിട്ടുള്ള അഭിമുഖം, അതുപോലെ ശ്യാംകുമാറുമായിട്ടുള്ള അഭിമുഖം, പിന്നെ ഇതിനകത്ത് വരുന്ന കുറച്ച് ലേഖനങ്ങൾ കൂടെ ഉണ്ട്. ഒന്ന്, ഈ RSS 1925 രൂപപ്പെടുന്നു. അതേ കാലഘട്ടത്തിലാണ് മെയിൻ കാഫ് എന്ന് പറഞ്ഞ ഹിറ്റ്ലറുടെ പുസ്തകവും വരുന്നത്. ഇത് ചേർത്ത് വെച്ചുകൊണ്ട് ഇവർ തമ്മിലുള്ള ഇടപെടലുകൾ എങ്ങനെയാണ്, ഇവ എങ്ങനെയാണ് RSS അല്ലെങ്കിൽ ഹിന്ദു വർഗീയവാദികൾ എങ്ങനെയാണ് രാജ്യത്ത് അവരുടെ കളം പിടിച്ചെടുത്തത്, അതിന് പശ്ചാത്തലമായത് എന്താണെന്ന് പരിശോധിക്കുന്ന ഒരു ലേഖനം ഇതിനകത്തുണ്ട്. ജാതി സെൻസസ് വിരോധികൾ സാമൂഹ്യനീതിയുടെ ശത്രുക്കൾ എന്ന് പറയുന്നൊരു ലേഖനമുണ്ട്. പ്രായോഗിക പ്രവർത്തനത്തിലൂടെ മാത്രമേ ജാതി ഉന്മൂലനം സാധ്യമാകൂ. ജാതിയുടെ അബോധം വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. അതുപോലെ അടൂരും കേരളീയ പൊതുമണ്ഡലവും, അടൂർ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉള്ളത്. തീർച്ചയായും ഒരു ജനാധിപത്യ സമൂഹ സൃഷ്ടി ആഗ്രഹിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പുസ്തകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്യാംകുമാർ ഒരു പണ്ഡിതനാണ് എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം അദ്ദേഹത്തിൻ്റെ അഭിമുഖം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു പാണ്ഡിത്യത്തിൻ്റെ ഒരു സാധനമുണ്ട്. സംസ്കൃതം പഠിക്കുകയും അതിൻ്റെ ആഴങ്ങൾ വിശകലനപരമായി, ആഖ്യാനപരമായി, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ആഖ്യാനപരമായിട്ടല്ല ഇത് സമീപിക്കുന്നത്, വിമർശനപരമായും വിശകലനപരമായിട്ടുമാണ് അദ്ദേഹം സമീപിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതായത് നമ്മുടെ ഇന്നിപ്പോൾ സമകാലിക സന്ദർഭങ്ങളിൽ വളരെ പ്രശസ്തരായിട്ടുള്ള പല പ്രഭാഷകരും രാമായണത്തെയും മഹാഭാരതത്തെയും ഒക്കെ ആദർശവൽക്കരിക്കാനും അതിനകത്ത് സെക്കുലർ സ്വഭാവം കണ്ടെത്താനും ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ സാധ്യമല്ല. രാമനെ ഒരു സെക്കുലറായിട്ട് വായിക്കാൻ സാധ്യതയില്ല. കാരണം ഒരേ സമയം രാമൻ നമ്മൾ ഈ പറയുന്ന പോസിറ്റീവായ സാധനങ്ങൾ നിൽക്കുമ്പോൾ തന്നെ അപ്പുറത്ത് ശംഭൂകനെ വധിക്കുകയും സ്ത്രീയെ ഉപേക്ഷിക്കുകയൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കോൺട്രഡിക്ഷൻസ് നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ മാംസം കഴിച്ച രാമൻ, മാംസം കഴിച്ച സീത, ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നം നിലനിൽക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങളുടെ ഒരു വൈരുദ്ധ്യം അതിനകത്തുണ്ട്. അതുകൊണ്ട് ഈ പ്രതിരോധം എന്ന് പറയുന്ന സംഗതിയിൽ വരുമ്പോൾ രാമനെ ഒരു സെക്കുലർ സ്പേസിൽ നിർത്തി നമുക്ക് വായിക്കാൻ കഴിയുമോ? പക്ഷേ യഥാർത്ഥത്തിൽ സെക്കുലർ വായന സാധ്യമാണ്. വായന സാധ്യമാണ്. കാരണം നമ്മൾ അതിനെ വിമർശിക്കുമ്പോൾ തന്നെ അതിൻ്റെ സെക്കുലർ സമീപനമായി കഴിഞ്ഞു. ഒരു പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ, ഒരു വേദമോ ഇതിഹാസം അങ്ങനെയുള്ള കൃതികൾ സംസ്കൃതത്തിൽ നിന്നോ അല്ലെങ്കിൽ അത്തരം വിശുദ്ധ ഭാഷയിൽ നിന്നോ ട്രാൻസ്ലേറ്റ് ആ പ്രോസസ്സ് തന്നെ വേണമെങ്കിൽ സെക്കുലർ എന്ന് പറയാം. ഒരു സെക്കുലർ ആക്റ്റാണ്. കാരണം അതിൽ വിമർശിക്കാനും തർക്കിക്കാനും വിയോജിക്കാനും അതിനെ നിഷേധിക്കാനുമുള്ള ഒരു വായന എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അതിനകത്തുണ്ട്. ആ വായനയാണ് യഥാർത്ഥത്തിൽ ശ്യാംകുമാറിനെ പോലുള്ള ആൾക്കാർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രസംഗവും എഴുത്തും അല്ല, അതിനപ്പുറം ഒരു പെർഫോമൻസ് വരുമ്പോൾ അതെങ്ങനെയാണ് ആൾക്കാരുടെ ഉള്ളിലേക്ക് തുളഞ്ഞു കയറുന്നത് എന്നതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ്. ഒരു പക്ഷേ വേടനാണ് അങ്ങനെ നമുക്ക് ഏറ്റവും ശക്തമായി. അപ്പോൾ മൈക്കിൾ ജാക്സനെക്കുറിച്ചും ബോബ് മാർലിയെക്കുറിച്ചും ഒക്കെ ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിൽ അതിശക്തമായ ഇടപെടൽ നടത്തുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ കേരളത്തിൽ ഒരു പക്ഷേ ഇത്രയും തീവ്രമായി മനുഷ്യ മനസ്സിനെ, അതായത് യാഥാസ്ഥിതികമായ ബോധത്തെ നമ്മളിലൊക്കെ ശേഷിക്കുന്നുണ്ട് സാധനം. അതായത് അടിത്തട്ട് മനുഷ്യരെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും സാമൂഹിക രീതിയും വ്യവസ്ഥയും കൂടെ ചേർത്തിട്ട് നമ്മളിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ചില യാഥാസ്ഥിതിക സമീപനങ്ങളുണ്ട്. ഈ യാഥാസ്ഥിതിക സമീപനങ്ങളെ കൂടെ മുറിച്ച് കടക്കാൻ സഹായിക്കുന്ന തരത്തിൽ വേടൻ്റെ പെർഫോമൻസ് വരുന്നുണ്ട്. ഇപ്പോൾ സാർ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നഗ്ന ചിത്രങ്ങളും മറ്റൊക്കെ അമ്പലത്തിലുണ്ട്. അത് മാത്രമല്ല, അമ്പലം പ്രവേശിക്കണമെങ്കിൽ പുരുഷൻ ഷർട്ടൂരുണ്ട്. അപ്പോൾ ഷർട്ടൂരിയെ പുരുഷൻ അമ്പലത്തിൽ പ്രവേശിക്കാവൂ എന്ന് പറയുന്ന അതേ മനുഷ്യരാണ് ഇപ്പോൾ ഷർട്ടില്ലാതെ പാടുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നമായി കാണുന്നത്. അപ്പോൾ ഇത് അടിത്തട്ട് മനുഷ്യൻ കയറി വരുന്നതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം, നമ്മൾ ഭരണഘടനയിൽ പറയുന്നത് പോലെ നമ്മൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ.
ഈ രാജ്യം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടില്ല. ദേശസമരവുമായി ബന്ധപ്പെട്ടൊരു പ്രക്രിയ അതിനകത്ത് നടന്നിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, മതത്തിൻ്റെയും ജാതിയുടെയും പ്രശ്നങ്ങളുണ്ട്. 47 ശേഷം നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിച്ച രാജ്യത്തിനെ സംബന്ധിച്ചൊരു ഭരണഘടന നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഈ മൂവ്മെൻറ്റിനെ അല്ലെങ്കിൽ ഇത്തരം ഒരു മുന്നോട്ട് പോക്കിനെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും അതിതീവ്ര വർഗീയവാദത്തിൻ്റെയും ഒരു ധാര കൂടെ രൂപപ്പെട്ടിട്ടുണ്ട്. ആ രൂപപ്പെട്ട സംഗതി ഇങ്ങനെ വരികയാണ്. അത് 926 രൂപീകരിക്കുന്നതായിട്ട് അവരുടെ മാനിഫെസ്റ്റോ ഉണ്ടാക്കുന്നതാവട്ടെ, ഗാന്ധി വധിക്കുന്നതാവട്ടെ, അതുമായി ബാബറി മസ്ജിദ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാമജന്മഭൂമി നിർമ്മിക്കുന്നതുമായി അങ്ങനെ അവർ തുടർച്ചയായി ഈ നമ്മൾ വിചാരിക്കുന്ന ജനാധിപത്യത്തിൻ്റെയും ബഹുസ്വരതയുടെയും സോഷ്യലിസത്തിൻ്റെയും ഒക്കെ ഒരു ധാരയെ പൂർണ്ണമായും പ്രതിരോധിക്കുന്ന ഒരു ആശയമണ്ഡലം വളരെ സൂക്ഷ്മമായി RSSും തീവ്ര വർഗീയവാദികളും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രവർത്തനം നമ്മുടെ സമൂഹത്തിൽ ശക്തമായി പ്രതിഫലിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വേടൻ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ സ്കൂളുകളെ ഇതിനകത്ത് പ്രശ്നവൽക്കരിക്കുന്നുണ്ട് വേടൻ. അതായത് സ്കൂളാണ് ജാതികളുടെ കേന്ദ്രം എന്നാണ്. കാരണം ജാതിയുടെ ഇപ്പോൾ ഇന്ന് ഞാൻ ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം സ്കൂളിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് സ്കൂളിൽ ജാതി ഇല്ല എന്നാണ്. അപ്പോൾ ഞാനിത് പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, അടിത്തട്ട് വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, കറുത്ത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ അംഗപരിമിതർ എന്ന് പറയുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, ട്രാൻസ് സ്വഭാവമുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ എന്ന് പറയുന്നത് അത് കുട്ടികളുടെ ഇടയിൽ തന്നെ, കാരണം കുട്ടി ഈ സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ്. അതേപോലെ തന്നെ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സമീപനങ്ങൾക്കും ഈ പ്രശ്നമുണ്ട് എന്ന് വേടൻ പറയുന്നു. ഇത് സത്യത്തിൽ അധ്യാപക സമൂഹം, നമ്മുടെ ബൗദ്ധിക മണ്ഡലമൊക്കെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതാണ്. എന്നാൽ കുറേ അധ്യാപകർ അങ്ങനെ അല്ലാതെ അദ്ദേഹത്തിന് ചേർത്ത് പിടിച്ച കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ സ്കൂൾ മുതൽ നമ്മുടെ ഒരു നാഷണൽ ലെവൽ വരെ, ദേശീയ സ്വഭാവത്തിൽ വരെ വിശകലന സ്വഭാവത്തിൽ നിലനിൽക്കുന്ന ഒരു പുസ്തകമാണ് പാട്ടും പറച്ചിലും എന്നുള്ളത്. അതിൻ്റെ മറ്റു വിശദാംശങ്ങളിൽ കടക്കുന്നില്ല. ഇത് രാജേഷ് ഏതാണ്ട് 50-ലധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നിരന്തരം രാജേഷിൻ്റെ പുസ്തകങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അത് എന്താണ് മതം അതിൻ്റെ ബോധത്തിൽ നിന്ന് പുറത്തു നിർത്താൻ ആഗ്രഹിക്കുന്ന മനുഷ്യരെ, അവരെ ആരാണ്, എന്താണ്, എന്തുകൊണ്ടാണ് എന്ന് തീർച്ചയായിട്ടും തിരിച്ചറിയാനും അതിനെ സൈദ്ധാന്തികമായും സാമൂഹികമായും പ്രത്യേകിച്ച് അംബേദ്കറിൻ്റെ വീക്ഷണം കൂടെ മുൻനിർത്തി, മാർക്സിനെയും അംബേദ്കറിനെയും കൂടെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു വിശകലന പദ്ധതി കൂടെ രാജേഷ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നന്ദി പറയുന്നതിനായി എഴുത്തുകാരൻ രാജേഷ് എരുമേലിയെ ക്ഷണിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെ ഈ പുസ്തകം പ്രകാശനം ചെയ്ത സുഹൃത്ത് ചിന്തകനും എഴുത്തുകാരനുള്ള ഷിജു ഏലിയാസ്, ഏറ്റുവാങ്ങിയ കവിയും എഴുത്തുകാരനുമായ ഡി യേശുദാസ്, ഇന്ന് ഈ പരിപാടിയുടെ സ്വാഗതം പറഞ്ഞ കവി BS രാജീവ്, അതുപോലെ ഇവിടെ ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളെ, ഈ പുസ്തകവും ഒരു ഇടപെടലാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമുക്കറിയാം, വേടനും TS ശ്യാംകുമാറും എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളെ നവോത്ഥാനത്തിന് ശേഷമുള്ള കേരളം എങ്ങനെയാണ് ഒരു ഭാഗത്ത് അവരോട് പെരുമാറുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ സംഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഭാഗത്ത് അതിന് പ്രതിരോധവും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ വേടനെ കാണാൻ വേണ്ടി സത്യത്തിൽ ഈ ഒരു അഭിമുഖം എന്ന് പറയുന്നത് പ്രിൻ്റ് മീഡിയയിൽ വരുന്ന ആദ്യത്തെ അഭിമുഖമാണ്. വേടനുമായി നിരവധി അഭിമുഖങ്ങൾ വിഷ്വൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. ഒരുപാട് റിപ്പോർട്ടർ ചാനലടക്കം നിരവധി മീഡിയയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് പ്രിൻ്റ് മീഡിയയിൽ ഒരഭിമുഖം വരുന്നത്. അതിനായി ഒരു സാഹസിക യാത്ര തന്നെയാണ് നടത്തേണ്ടി വന്നത്. വേടൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് തൃശ്ശൂർ പോയി താമസിച്ച് വേടൻ്റെ വീട്ടിലേക്ക് പോകുന്നതും അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ സംബന്ധിച്ച് ഞാൻ വിശദമായി പറയുന്നില്ല, അത് പിന്നീടൊരവസരത്തിൽ പറയാം. ഒരു യാത്ര തന്നെയായിരുന്നു. അങ്ങനെ വേടനെ അഭിമുഖം എടുത്ത് തിരിച്ചു വരുന്നതും, ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു, സമ്മതിച്ചു എന്ന് പറയുന്നില്ല, അങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നിരുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഇളയരാജയുടെ
ഒരു ഗാനവുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കും. അതുകൊണ്ടാണ് എത്തിച്ചേരാൻ സാധിക്കാത്തത്. ഇതിൽ വേടൻ്റെ ഇടപെടലുകളെ പലപ്പോഴും നേരത്തെ ഇവിടെ പലരും വിശദീകരിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എന്തുകൊണ്ടാണ് ഒരുപക്ഷേ ലോക സംഗീതത്തിൻ്റെ ചരിത്രത്തിൽ പല മേഖലയിൽ പല വ്യത്യസ്തമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മൈക്കിൾ ജാക്സനെ കുറിച്ച് പറയുമ്പോൾ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത് ഉള്ളൊരു സംഗീത പരിപാടി ലോകത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. സംഗീത ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം രൂപപ്പെടുത്തിയ ആ രീതി എങ്ങനെയാണ് നമ്മൾ സ്വാധീനിച്ചതെന്നുള്ളത്. അതിനുശേഷം ഇവിടെ സൂചിപ്പിച്ച ബോബ് മർലിയെപ്പോലുള്ളവർ ബഫല്ലോ സോൾജിയർ, ഒരുപക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു പാട്ടാണ് ബഫല്ലോ സോൾജിയർ. കാര്യം ബീഫും ഒക്കെ വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ബീഫ് കഴിക്കാൻ കഴിയുമോ, ഇനിയും എത്ര നാൾ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ പോലും ബീഫ് കഴിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ളൊരു ഭയത്തിൻ്റെ സന്ദർഭത്തിലാണ് ഈ ബഫല്ലോ സോൾജിയർ പോലുള്ള ഗാനങ്ങൾ. പിന്നീട് ബീറ്റിൽസ്, അതെല്ലാം പലതരത്തിലെ ഇടപെടലുകളായിരുന്നു. അതിൻ്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. അതേപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നാടൻ പാട്ടിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ചരിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ഘട്ടമാണ് വേടൻ പ്രതിനിധാനം ചെയ്യുന്നത്. അവിടെ വേടൻ്റെ പാട്ടുകളിൽ അടിത്തട്ട് സമൂഹങ്ങളുടെ ജീവിതമുണ്ട്, അവരുടെ ഭാഷയുണ്ട്, അവരുടെ സമരോത്സുകതയുണ്ട്. ഒപ്പം ഏറ്റവും പുതിയ സംഗീതത്തിൻ്റെ റാപ്പ് പോലുള്ള സംഗീതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള അത്ഭുതകരമായ ആ ഇടപെടലുകളും വേടൻ്റെ പാട്ടുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ വേടൻ പറയുന്നൊരു കാര്യമുണ്ട്, രണ്ട് കാര്യങ്ങളാണ്. അതാ ഞാൻ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ടുണ്ടോ എന്ന് വേടനോട് ചോദിക്കുന്നു. ഒപ്പം ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, നിങ്ങൾ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, അംബേദ്കറുടെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് വായിച്ചിട്ടുണ്ടോ എന്നാണ് രണ്ടാമത്തെ ചോദ്യം. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളായിട്ടാണ് കരുതുന്നത്. ഇന്ന് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും പശ്ചാത്തലത്തിൽ നമ്മളെല്ലാവരും കയ്യിൽ വെക്കേണ്ട രണ്ട് ഗ്രന്ഥങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും അനിഹിലേഷൻ ഓഫ് കാസ്റ്റും. പറയാൻ കാരണം വേടൻ്റെ പാട്ടുകൾ ഇത് രണ്ടുമുണ്ട്. ലോകത്ത് നടക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രതിരോധങ്ങളുടെയും എല്ലാ തരത്തിലുള്ള വിമോചനങ്ങളുടെയും ഒരു ശബ്ദം വേടൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം കേരളത്തിലെ ഇന്ത്യയിലേക്ക് അടിത്തട്ട് സമൂഹങ്ങളുടെ ശ്രേണീകൃതമായ ജാതി വ്യവസ്ഥയാൽ മൂടപ്പെട്ട ഈ സമൂഹങ്ങളുടെ ജീവിതത്തെ എല്ലാം വേടൻ ഇവിടെ ആവിഷ്കരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പുസ്തകം ഇങ്ങനൊരു ഇൻ്റർവ്യൂ നടത്തുകയും ഇതൊരു പുസ്തകമായി പലതരത്തിലുള്ള ഇടപെടലായി വരട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശ്യാംകുമാറിനെ കുറിച്ച് പറയുമ്പോഴും ഇത് തന്നെയാണ്. ശ്യാംകുമാറുമായിട്ട് ദീർഘനേരം അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ശ്യാംകുമാർ തൻ്റെ നിലപാടിലേക്ക് വരുന്നതെന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നത്. പലപ്പോഴും നമ്മുടെ കേരളത്തിലേക്ക് എഴുത്തുകാർ പലപ്പോഴും ഭരണകൂടത്തിൻ്റെ സാധ്യതകളെ കൂടുതലായി ഉപയോഗപ്പെടുത്തുന്നവരാണ്. ഒരുപാട് സാധ്യതകളുണ്ട്. ഭരണകൂടവുമായി സന്ധി ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ പല വേദികൾ ഇട്ടാൽ നമുക്ക് പലതരത്തിലുള്ള അവാർഡുകൾ, പുരസ്കാരങ്ങളൊക്കെ നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ വേദിയിലുള്ള ഒരാൾ തന്നെ തപസ്യയുടെ വേദിയിലും പങ്കെടുക്കുന്നവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ ദേശാഭിമാനി എഴുതുന്ന ഒരാൾക്ക് വേണമെങ്കിൽ കേസരിയിലും എഴുതാം. അടുത്ത കാലത്തായി അത് കാണുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഈ ശ്യാമകുമാറിനെ പോലുള്ള ഇടപെടലുകൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ സന്ധി ചെയ്യാതെ ഭരണകൂടത്തിൻ്റെയും അല്ലെങ്കിൽ ഭരണകൂടങ്ങളായി നിയന്ത്രിക്കപ്പെടുന്ന സാധ്യതകളെ എല്ലാം റദ്ദാക്കിക്കൊണ്ടാണ് ഈ ശ്യാമകുമാറിനെ പോലുള്ളവർ നടത്തുന്ന ഇടപെടലുകൾ ഉണ്ടാകുന്നത്. ഒരുപക്ഷേ ഈ കേരളത്തിലായതുകൊണ്ട് അത് ഞാൻ പറയുന്നു, ഈ ഇത്രയെല്ലാം പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും ശ്യാംകുമാറിനും വേടനും പാടാനും പ്രസംഗിക്കാനും കഴിയുന്നത് കേരളമായതുകൊണ്ടാണെന്ന് കൂടി പറയേണ്ടതുണ്ട്. നമുക്കവിടെ നിൽക്കാൻ കഴിയുന്നത് കേരളമാണെന്ന് കൂടി പറയേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലോ അല്ല അത്തരത്തിലുള്ള സ്റ്റേറ്റുകളിലായിരുന്നുവെങ്കിൽ ഈ ഒരു അനുഭവമായിരിക്കില്ല ഉണ്ടാകാൻ സാധ്യതയുള്ളത്. കാരണം കൽബുർഗിയുടെ അനുഭവം നമുക്കറിയാം, പിന്നെ ഗൗരി ലങ്കേഷിൻ്റെ അനുഭവം നമ്മൾക്കറിയാം. അതിനർത്ഥം ഇവിടെ ആരും ഇത്തരത്തിലുള്ള പ്രവണതകളെ പ്രതിരോധിക്കുന്ന എഴുത്തുകാരില്ല എന്നല്ല. അവരോടെല്ലാം ഐക്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ മേൽ വന്നുചേരുന്ന സാംസ്കാരിക മേൽക്കോയ്മയെ കാണാതെ ഉള്ളൊരു സാംസ്കാരിക പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായി ഇത് തിരിച്ചറിയുന്നില്ല എങ്കിൽ നമ്മൾ മുന്നോട്ട് വച്ച നവോത്ഥാനത്തിന്, നേരത്തെ പറഞ്ഞ പോലെ നവോത്ഥാനത്തിൻ്റെ പുതിയ വഴികളും അടയുമെന്നും ഇങ്ങനെ നമുക്ക് സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക്
മാറും എന്നും ആണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഈ പുസ്തകവും ഇത്തരത്തിൽ ഫാസിസത്തിനെ കൃത്യമായി പറഞ്ഞാൽ ഫാസിസത്തിനുള്ള ഇടപെടലാണ്. അതിൻ്റെ ഭാഗമായി 2-3 ലേഖനങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ മെയിൻ കാഫിൽ നിന്ന് വിചാരധാരയിലേക്കുള്ള ദൂരം കുറയുന്നതായി ആണ് തോന്നുന്നത്. അതിനെ സംബന്ധിച്ചുള്ള ലേഖനമുണ്ട്. അതുപോലെ വാദിക്കാനും ജയിക്കുവാനുമല്ല എന്ന് നാരായണ ഗുരുവിൻ്റെ വലിയ ഒരു മുദ്രാവാക്യമുണ്ട്. സംവാദമാണ്, നമ്മൾ അറിയാനും അറിയിക്കാനും വേണ്ടിയാണ് എന്ന് പറയുന്ന ഒരു ലേഖനം കൂടി ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും വളരെ പ്രധാനമാണ്. ഇപ്പം നമ്മൾ പലപ്പോഴും പറച്ചിൽ ബുദ്ധിജീവികളാണ്, ചെയ്യൽ ബുദ്ധിജീവികളല്ല എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് ജാതി ഇവിടെ നിലനിൽക്കുന്നത്. പറച്ചിൽ ബുദ്ധിജീവികളാകാൻ ആർക്കും സാധിക്കും, ചെയ്യൽ ബുദ്ധിജീവികളാകുമ്പോൾ പല നഷ്ടങ്ങളും സംഭവിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തും.